അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് നമ്മുടെ സേവിങ്സ് ആയിട്ടും പിന്നെ നമ്മുടെ നീഡ്സ് വാണ്ട്സ് അതിനൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ള ഇതിനെ കുറിച്ചാണ് എന്തുള്ളത് ഒരു സബ്ജക്റ്റാണ്, ഒരു വൈഡ് സബ്ജക്റ്റാണ് പേഴ്സണൽ ഫിനാൻസ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതും ഓൾറെഡി നമ്മളൊക്കെ അവെയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് പേഴ്സണൽ ഫിനാൻസിന് അതിൻ്റെതായ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകുമ്പോൾ എന്താണ്, ഫസ്റ്റ് അത് നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഓരോ ഗോൾസ് ഉണ്ടാവും. ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും, ലോങ് ടേം ഗോൾസ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് എന്ത് ഈ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്ന സബ്ജക്ട് ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്. അപ്പൊ അതിൽ പല പ്ലാനും നമ്മളോട് പറഞ്ഞു. പിന്നെ ഷോർട്ട് ടേമിൽ നമുക്ക് ഇപ്പം ഒരു ബൈക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കണം. ലോങ് ടേമിലാണെങ്കിൽ നമുക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ചൈൽഡിന്റെ മാരേജ്, അങ്ങനെയുള്ള കുറെ സംഗതികൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആണ് ഇതിന്റെ സ്കോപ്പ് ആയിട്ട് വരുന്നത്. അതായത് പിന്നെ പേഴ്സണൽ ഫിനാൻസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളാണ്. യെസ്. ഇനി അതിന്റെ ഒരു പ്ലാനിങ് പ്രോസസ്സ്, അതായത് ഇപ്പൊ നമ്മളൊക്കെ ഉദ്ദേശിക്കുകയാണ് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ്, അതായത് നമുക്ക് സാലറി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻകം വരുന്നുണ്ട്, പക്ഷേ ഒന്നിനും കാര്യങ്ങൾ തികയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഗോൾസ് കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നാലേക്ക് നമ്മൾ അതിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അതില് പിന്നെ എക്സ്പെർട്ടുകൾ പറയുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഗോൾസ് സെറ്റ് ചെയ്യണം. പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ട് ലോങ് ടേം ആയിട്ട് നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അതിന്റെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യാം. എത്ര കാലം കൊണ്ട് എങ്ങനെ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഗോൾ, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. പിന്നെ അതിനൊരു പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ ഗോളിലേക്ക് നമ്മൾ അതിന് എത്തും. നമുക്കൊരു കാറ് വാങ്ങിക്കണം, ഒരു BMW കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു ഓടി കാറ് വാങ്ങിക്കണം ഒരു പ്ലാൻ നമുക്ക്, ഒരു ഗോൾ നമുക്കുണ്ടാവും. പക്ഷെ അതിലേക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്യണം, ഞാൻ എന്റെ കാര്യങ്ങൾ നീക്കണം, പിന്നെ ഏത് രീതിയിൽ സേവ് ചെയ്യണം, എത്രത്തോളം സേവ് ചെയ്യണം, എത്ര വർഷം എനിക്ക് കാത്തിരിക്കാൻ പറ്റും, അതുവരെ എനിക്ക് നിലവിലുള്ള ഇൻകം സോഴ്സിന്റെ മതിയോ, ഇൻകം സോഴ്സ് കൂട്ടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പ്ലാനിങ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കുള്ളത് എക്സിക്യൂഷനാണ്. നമ്മൾ പ്ലാനിങ് ഗോൾ സെറ്റ് ചെയ്തു, അതിന് പ്ലാൻ ചെയ്തു. അതായത് മന്ത്ലി ഇത്ര രൂപയുടെ എന്ത് ചെയ്യും, ഞാൻ എക്സ്പെൻസ് കട്ട് ഔട്ട് ചെയ്യും, ഇത്ര രൂപ ഞാൻ സേവ് ചെയ്യും, പിന്നെ അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി എന്റെ ഇൻകം കൂട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ ബിസിനസ്സിൽ പിന്നെ ആക്റ്റീവ് ആവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ എക്സിക്യൂഷനാണ്. അത് എക്സിക്യൂഷനിലേക്ക് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് മോണിറ്ററിങ് ആൻഡ് റീ അസസ്മെന്റ്. മോണിറ്ററിംഗിലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡെയിലി എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ 10 രൂപയുടെ ഒരു ചായ ഒരു ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത്ര ചെറിയ എക്സ്പെൻസുകളാണെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ ഒരു എക്സ്പെൻസ് 10 പ്രാവശ്യം ആകുമ്പോൾ 100 രൂപയും, 100 രൂപ 10 പ്രാവശ്യം ആകുമ്പോൾ എന്ത് ചെയ്തു, 1000 രൂപയായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ചെറിയ എക്സ്പെൻസ് അല്ലേ എന്നുള്ളത് വിചാരിക്കാതെ എന്ത് ചെയ്യുക, നമ്മളെല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ അതിന്റെ റീ അസസ്മെന്റ്, എവിടെയാണ് നമുക്ക് അതിൽ പാളിച്ചു പറ്റിയത്. ഉദാഹരണത്തിന് ഒരു നോട്ട് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തിന്റെ എക്സ്പെൻസുകൾ ഒരു മാസം തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എഴുതി സ്റ്റാർട്ട് ചെയ്ത് പോവാം. നമുക്കിപ്പോ മന്ത് ആയി, നമുക്ക് ജൂൺ 1-ാം തീയതി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു ദിവസം വരുന്ന എക്സ്പെൻസുകൾ ഈവനിങ് എപ്പോഴും എന്ത് ചെയ്യാം, നോട്ട് ചെയ്യുക. അന്ന് വരുന്ന എക്സ്പെൻസുകൾ എല്ലാം എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതാണ്. എന്നിട്ട് അതിനെ റീ അസസ് ചെയ്യാം. അതായത് മന്ത് എൻഡിൽ ഏതിലേക്കൊക്കെയാണ് എത്ര എക്സ്പെൻസ് പോയത്, അതായത് ഞാൻ കറങ്ങാൻ വേണ്ടി എത്ര പൈസ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എത്ര പൈസ സ്പെൻഡ് ചെയ്തു, പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എത്രയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുള്ള എന്ത് ചെയ്യാം, റീ അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. പിന്നെ ഇതിന് കുറച്ച് സ്ട്രാറ്റജീസ് കാര്യങ്ങളുണ്ട്. അതായത് പേഴ്സണൽ ഫിനാൻസിന്റെ ഒരു സ്ട്രാറ്റജീസ് തന്നെ വരുന്നത് ഫസ്റ്റ് വണ്ണ് നമുക്ക് നമ്മുടെ വരുമാനം നമുക്ക് തിരിച്ചിരണം. അതായത് ഞാൻ എവിടെ നിൽക്കുന്നു, എത്രയാണ് എനിക്ക് വരുമാനം ഉള്ളത് ചെയ്യണം ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് എഫേർട്ട് ത്രൂ നമുക്ക് കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് കൊണ്ട് കിട്ടുന്ന വേജ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് നമ്മുടെ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇപ്പൊ നമുക്ക് അത്ര തോന്നെ എഫേർട്ട് വേണ്ട. അവിടെ എഫേർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും
സർ ആ, വോയിസ് കട്ടായിട്ടുണ്ട്. ബ്രേക്ക് ആവേണേ. ക്യാപിറ്റൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യുവേഷനിൽ വരുന്ന ചേഞ്ചസ്, അതായത് നമ്മളൊരു പിന്നെ സ്ഥലം വാങ്ങിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിച്ചത്. അപ്പൊ അതിൽ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് വിൽക്കുമ്പോൾ കിട്ടുന്ന അങ്ങനെയുള്ള സംഗതികളുണ്ട്. അതായത് നമ്മൾ റെന്റ് ഔട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കിട്ടുന്നു, അങ്ങനത്തെ സംഗതികളാണ് എന്ത് പാസീവ് ഇൻകം. അപ്പോൾ എന്റെ വരുമാനം എവിടെയാണ്, പിന്നെ അതിന് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, അത് ഏത് മെത്തേഡിലൂടെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ഫിനാൻസിന്റെ ഫസ്റ്റ് സ്ട്രാറ്റജി. പിന്നെ നമുക്കുള്ളത് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണം. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മന്തിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യാം, ബഡ്ജറ്റ്. അതിൽ ഫസ്റ്റ് നമ്മുടെ കറന്റ് സിറ്റുവേഷൻസും അനാലിസിസും, അതായത് നമ്മുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ, നമ്മുടെ EMI, നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യേണ്ട നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ, ബാക്കി നമ്മുടേതായ ചുറ്റുപാടുകൾ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബഡ്ജറ്റ് നമുക്ക്, പിന്നെ ബേസിക് ആയിട്ടുള്ള സംഗതികൾക്ക് ഇത്ര എമൗണ്ട് വേണം, അല്ലെങ്കിൽ ബാക്കി എമൗണ്ടുകൾക്ക് ഇത്ര എന്ന് വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു മന്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾക്ക് എപ്പോഴും അറിയുന്ന, നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ചിട്ടുള്ള 50-30-20 റൂൾ അല്ലെ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ പുതുതായിട്ട് സാധനം പറയുന്നല്ല, നമ്മൾ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ പോലും എപ്പോഴും കേൾക്കുന്ന സംഗതിയാണ് 50-30-20 റൂൾ. അതായത് നമ്മുടെ 50% എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക് എസെൻഷ്യൽസ്, നമുക്കുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കല്, നമ്മുടെ പോയി വരാനുള്ള എക്സ്പെൻസുകൾ, പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ 50 പോകും. 30% നമുക്ക് ഈ ബേസിക് അല്ലാത്ത, നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ പുറത്തു പോയിരുന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെൻസുകൾ, ബാക്കി ബേസിക് അല്ലാത്ത എക്സ്പെൻസുകൾ എന്ത് ചെയ്യാം, നമുക്ക് 30 കവർ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് 20%. അത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകേണ്ട ഒരു അമൗണ്ടാണ് ഈ 20% എന്ന് പറയുന്നത്. അത് നമ്മൾ വൺസ് പിന്നെ എക്സ്പെൻസ്, ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ല സേവിങ്സ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് സാലറി വരുമ്പോ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ അപ്പൊ തന്നെ 20% നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള 8-നെ 50-88 ചെയ്യാം. അതിൽ 50ക്ക് എത്ര പോകണം, 30ക്ക് എത്ര പോകണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോരുത്തരെയും ഡിസൈഡ് ചെയ്യാം. 20 എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, ഇപ്പോൾ 20,000 രൂപയുടെ സാലറി 20% ഞാൻ നിർബന്ധമായിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയുള്ള 80% എമൗണ്ട്, ആ എമൗണ്ടിൽ എന്റെ 50%ലേക്ക് ബേസിക്ക് പോകും. ബാക്കി 30 വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എന്റെ പിന്നെ പുറത്ത് ഫുഡ് കഴിക്കുന്നതോ, അല്ലെങ്കിൽ ബാക്കി ബേസിക് അല്ലാത്ത സംഗതികൾക്ക് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ അതാണ് ബഡ്ജറ്റുമായിട്ട് നമുക്ക് ഉള്ളൊരു സംഗതിയാണ്. പിന്നെ നമുക്കുള്ളത് സേവിങ്സ് ആണ്. നമ്മൾ ആദ്യം നമ്മുടെ ഇൻകം സോഴ്സ് കാര്യങ്ങൾ നോക്കി, പിന്നെ അതിൽ നിന്ന് നമ്മളെ പിന്നെ ബഡ്ജറ്റിങ് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, സേവിങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സേവ് ചെയ്യുന്നതിന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു, നമുക്കത് എമർജൻസി ഫണ്ടായിട്ട് സേവ് ചെയ്യുന്നുണ്ടാവും, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് സേവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ സേവിങ്സുകൾ നമ്മളിപ്പോ ഒരു ബാങ്ക് അക്കൗണ്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള, അതായത് ഒരിക്കലും കിട്ടാത്ത രീതിയിൽ ATM-ഉം പിന്നെ UPI പിന്നും ഒന്നും ഇല്ലാത്ത രീതിയിലല്ല, നമുക്ക് ആക്സസിബിൾ ആയ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അത്ര ഈസിലി ആക്സസിബിൾ അല്ലാത്ത രീതിയിലായിരിക്കണം എപ്പോഴും നമ്മൾ ഫണ്ട് സേവ് ചെയ്യേണ്ടത്. ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സാലറി അക്കൗണ്ട് ഉണ്ടാവും, സാലറി അക്കൗണ്ട് ഇല്ലാതെ വേറൊരു അക്കൗണ്ട് സെപ്പറേറ്റ് തുടങ്ങി വെക്കുക. അതിന് UPI വേണ്ട, ATM ഉണ്ടായിക്കോട്ടെ, അത് പേഴ്സിൽ വെക്കണ്ട, വീട്ടിൽ വെച്ചാൽ മതി. എന്നിട്ട് സാലറിയിൽ വരുന്ന ഒരു എമൗണ്ട്, ഈ പറഞ്ഞ ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യാം, എല്ലാ മാസവും അതിലേക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മള് പിന്നെ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് അവര് ഈ കോയിൻ ബോക്സിൽ ചെറിയ എമൗണ്ടുകൾ ഡെയിലി ഇട്ട് വെച്ചിട്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ വലിയ എമൗണ്ട് ആയിട്ട് അവരവരെ പിന്നെ നീഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളായിട്ട് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് സേവ് ചെയ്യാന് പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സേവ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഫണ്ടിൽ നിന്ന് ആ 20% അറ്റ്ലീസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആണ് പറയുന്നത്. അതായത് നമ്മൾ ഈ സേവ് ചെയ്യുന്ന ഫണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ പിന്നെ നമ്മുടെ
50-30-20 റൂൾ പറഞ്ഞെങ്കിലും നമ്മൾ ചിലപ്പം ചില ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഫണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാനും പറ്റില്ല. കാരണം അങ്ങനെ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു, എന്നിട്ട് എമൗണ്ട് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തു, ആ എമൗണ്ടിന്റെ വാല്യൂ പറ്റ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചലഞ്ചസ് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരാതെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ വാലിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി നമ്മൾ പല ജ്വല്ലറികൾ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്ലി EMI ആയിട്ട് ഗോൾഡ് എടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മലബാർ ഗോൾഡിലൊക്കെ മിനിമം 2000 വെച്ച് നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്താൽ അവര് പിന്നെ അതിന്റെ ചാർജസ് പോലും ഇല്ലാതെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ഗോൾഡ് നമുക്ക് തരും. അപ്പോ സേഫസ്റ്റ് ആയിട്ടുള്ള, അതായത് റിസ്ക് റിട്ടേൺ കൂടുന്നതോളം എന്ത് ചെയ്യും, റിസ്ക് കൂടും. അപ്പോൾ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ള കേസ് നമ്മുടെ എമർജൻസി ഫണ്ട് എന്നുള്ളത്. എമർജൻസി ഫണ്ട് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, അതായത് ഇപ്പൊ നമുക്ക് പിന്നെ ഒരു ജോബ് ഉണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം, അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൺസ് ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് പോകാൻ നമുക്കൊരു ഏറ്റവും വലിയൊരു കൺസ്ട്രെയിൻ ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്തിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് അങ്ങനെ സംഭവിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ 50-30-20 പറഞ്ഞില്ല, അതിൽ ആ 50 നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാത്ത എമൗണ്ടുകളാണ്. നമ്മുടെ ഫുഡിന്റെ എമൗണ്ട്, പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതിനെ ഒരു 6 മാസമെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട്, എമർജൻസി ഫണ്ട് കൂടി ചെയ്യണം നമ്മൾ എല്ലാവരുടെ കയ്യിലും വേണം. അതായത് പല എക്സ്പെർട്ടുകളും പറയുന്നത് എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ എമർജൻസി ഫണ്ടിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ മെത്തഡുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യാം. ഈ സേവിങ്സിനെ ആദ്യം എമർജൻസി ഫണ്ടാക്കി മാറ്റിയിട്ട് പിന്നെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്കും ഇതിലേക്ക് പോണ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ എമർജൻസി ഫണ്ടും ഈ പറഞ്ഞ പോലെ ആക്സസബിൾ ആവുന്ന രീതിയിലായിരിക്കണം. അതായത് നമുക്ക് പിന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു ബോണ്ടിലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എടുക്കാൻ പറ്റാത്ത രീതിയിലല്ല, നമുക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, എപ്പോഴും എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പിന്നെ പേഴ്സണൽ ഫിനാൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള സംഗതികൾ തന്നെയാവും. അപ്പൊ അത് നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. നമുക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷെ നമ്മളത് ഫോളോ ചെയ്യാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എന്തുണ്ടാവില്ല, ഇമ്പാക്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഒരു കോട്ടാണ്. അതായത് ബിവെയർ ഓഫ് ദ ലിറ്റിൽ എക്സ്പെൻസസ്, എ സ്മാൾ ലീക്ക് വിൽ സിങ്ക് എ ഗ്രേറ്റ് ഷിപ്പ്. അതായത് ചെറിയ ചെറിയ എക്സ്പെൻസുകൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, ബിവെയർ ആയിരിക്കണം. അതിന് നമ്മൾ ശരിക്കും കോഷ്യസ് ആയിരിക്കണം. കാരണം ഒരു ചെറിയ ലീക്ക് മതി ഒരു വലിയ പിന്നെ കപ്പലിനെ മുക്കാൻ. അതായത് ഒരു വലിയ കപ്പലായിരിക്കാം, പക്ഷെ ചെറിയൊരു തുള ഉണ്ടാവും, ഇവിടെ ഇത്തിരി വെള്ളം വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് ഇങ്ങനെ എന്ത് ചെയ്യും, കുറേശ്ശെ 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 ആയിട്ട് ഒരു വലിയ വെള്ളമായിട്ട് എന്ത് ചെയ്യും, ഷിപ്പിനെ അവസാനം മുക്കുന്ന രീതിയിൽ പോകും. ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കും അതൊരു ചെറിയ എക്സ്പെൻസ് അല്ലേ, അതിപ്പോ ഡെയിലി പുറത്തുനിന്ന് അങ്ങനെ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഇപ്പൊ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു ടോട്ടലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുക, വലിയൊരു എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ എക്സ്പെൻസ് മാറിയിട്ടുണ്ടാവും. അപ്പോ ലിറ്റിൽ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ കൂടെ പറയേണ്ടത്. യെസ്, ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ടീം. സോ താങ്ക് യു മുഹാദ്. ഒരു നല്ല സെഷൻ ആയിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും ഉപകാരം ആവേണ്ട ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്ത് വളരെ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. ഓവർ ടു HR. യെസ്, എന്തായാലും മുഹാദ് സാർ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഫൈനാൻസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ടിപ്സും അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെയാണ് മുഹാദ് സാർ ഈ ഒരു സെഷനിൽ നമ്മുടെ അടുത്ത് കൂടുതലും പറഞ്ഞത്. എനിവേ, എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയി എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നു.
എന്താണെങ്കിലും ഇത് വീണ്ടും ഇങ്ങനത്തെ ഒരു നല്ല സെഷൻസ് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീക്കിലത്തെ ട്രെയിനിങ് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എനിവേ താങ്ക് യു ഓൾ.